പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഒരു വൃക്ഷത്തെ നാം തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. നല്ല വൃക്ഷം നല്ല ഫലങ്ങളും മോശമായ വൃക്ഷം മോശമായ ഫലങ്ങളുമാണ് തരുന്നത്. ഒരിക്കലും ഒരു നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളോ ലഭിക്കുക സാധ്യമല്ല. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ എന്നാണ്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് മാനസാന്തരപ്പെടുവാനാണ്. നാം എന്തിനു വേണ്ടിയാണ് മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്? നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഫലം നൽകുന്നില്ല എങ്കിൽ വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി നാം മാറണം. നമ്മുടെ ഹൃദയത്തിൽ അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവുമെല്ലാം നീക്കി നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ജോയൽ 2:13 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ എന്ന്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കാപട്യവും വഞ്ചനയും മാലിന്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുനാഥൻ നമ്മോട് പറയുന്നത് മാനസാന്തരപ്പെടുവിൻ. നാം മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ചിന്തകളിലും പ്രവർത്തന രീതികളിലും മനോഭാവങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ശരിയായ മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുന്നത്. ഉദാഹരണം, സക്കേവൂസിൻ്റെ മാനസാന്തരം നമുക്ക് മാതൃകയാണ്. സക്കേവൂസിന് മാനസാന്തരം ഉണ്ടായപ്പോൾ അവൻ്റെ ചിന്തകൾ മാറി തൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനമായി. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി കൊടുക്കുവാൻ അവൻ തയ്യാറായി. അപ്പോൾ യേശുനാഥൻ പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്ന്. ഭക്ഷണമില്ലാത്തവനുമായി ഭക്ഷണം പങ്കുവയ്ക്കുമ്പോഴും വസ്ത്രമില്ലാത്തവനുമായി വസ്ത്രം കൊടുക്കുമ്പോഴും നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ വേണ്ട വിധത്തിൽ നാം സഹായിക്കുമ്പോഴും നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവസാന വിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിൽ വരുന്ന ദരിദ്രരോടും ഭക്ഷണവും വസ്ത്രവും ഇല്ലാത്തവരോടും നിന്ദിക്കപ്പെടുന്നവരോടും അവഗണിക്കപ്പെടുന്നവരോടും നാം കാണിക്കുന്ന ദയയും കരുണയും നിത്യജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും. 40-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. അതിനാൽ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതം ധന്യമാക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.